പ്രതീക്ഷിക്കുന്ന ഒരു കഥയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. വള വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫാമിലി സ്റ്റോറിയാണ്, പക്ഷേ ഫാമിലി സ്റ്റോറി തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ഷനൊക്കെ ഇടുവാണ്, സൂപ്പറായിട്ടുണ്ട്. നല്ല നല്ല സിനിമ, നല്ല കോമഡി, നല്ല എല്ലാവരും ഒരേപോലെ നന്നായിട്ടുണ്ട്. സൂപ്പറാണ്. ധ്യാന്റെ വേറൊരു വേഷനാണ്, ഒരു അല്പം നെഗറ്റീവ് ടച്ചുള്ള നന്നായിട്ടുണ്ട്. നല്ല നല്ല സിനിമയാണ്. ഇടുവാണ്. ആ ഫസ്റ്റ് സീനൊക്കെ കണ്ടു തന്നെയാണ്. സൂപ്പറാണ് കേട്ടോ. അല്ല, എല്ലാം ഒരു ഫാമിലി മൂവിയാണ്. ക്യാരക്ടർ, പക്ഷേ അതിൽ എന്താ പറയുക, വിജയരാഘവനാണെങ്കിലും പിന്നെ ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും ലുക്മാനാണെങ്കിലും ഈ 3 ക്യാരക്ടർ എടുത്ത് പറയേണ്ടതാണ്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടിയ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ കുറേ കാലത്തിന് ശേഷം നന്നായിട്ട് റോൾ ചെയ്തതെന്ന് തന്നെ പറയാം. ഒരു സെക്കൻഡ് ഹീറോ ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. കോമഡിയാണ്, അത്യാവശ്യം കോമഡി ഉണ്ട്, ഒരു ഫീൽ ഗുഡാണ്, ഒരു ഫാമിലിയാണ്, എല്ലാം കൂടെ അടങ്ങിയൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, ലാഗൊന്നുമില്ല. നല്ല സൂപ്പർ മൂവി, കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി പടം. നെഗറ്റീവ് ഷെയ്ഡാണ്, അപ്പം നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളതിനേക്കാളും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ലുക്മാൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതുപോലെ ലാസ്റ്റ് ഒരു ഫൈറ്റ് വരുന്നുണ്ട് അവർ തമ്മിലുള്ളൊരു, അത് ശരിക്കും നമുക്ക് കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ക്ലൈമാക്സ് നല്ല എൻഗേജ്ഡ് ആയിരുന്നു. ആ ഒരു ഇതായതുകൊണ്ട് എനിക്കൊന്നു ഫസ്റ്റ് പാർട്ടിനേക്കാളും സെക്കൻഡ് പാർട്ടാണ് കുറച്ചും കൂടി ഇതായിട്ട് ഉള്ളത് പടത്തിൽ. എല്ലാവരുടെയും റോൾ ഭയങ്കര സ്പെസിഫൈഡ് ആണ്. വളരെ കറക്റ്റായിട്ടൊരു ആക്യുറസി ഉണ്ട് എല്ലാ കാര്യത്തിലും. എല്ലാവർക്കും അവരവരുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും നന്നായിട്ടുണ്ട്. മ്യൂസിക്കും സ്റ്റണ്ടും കളറിങ്ങും. അല്ല, അത് പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ ആരാണ് ധ്യാൻ. അതിൽ ചിരിയും നടത്തവും വീടിയും ഒക്കെ ഭയങ്കര മാസമായിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ. കോമ്പിനേഷൻ ലുക്മാൻ ധ്യാൻ കോമ്പിനേഷൻ എല്ലാ റേഞ്ചും അവർ പിടിക്കുന്നുണ്ട്. കുറച്ചു നേരം സ്നേഹമുണ്ട്, കുറച്ചു നേരം ഇടിയുണ്ട്, കുറച്ചു നേരം പക്ക ഫൈറ്റ് ഉണ്ട്. ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ അങ്ങ് വേറെ ലെവലാണ്. ഇത് ഇമോഷണൽ ആണോ കോമഡി ആണോ, അങ്ങനെ എന്താ ജോണർ വരുന്നത്? ഇമോഷണൽ അല്ല, കോമഡി ഒക്കെ ഉള്ള നല്ലൊരു എന്റർടൈനർ ആണ്. ധ്യാന്റെ കോംബോ എങ്ങനെയുണ്ടാ? ധ്യാനൊക്കെ ആയിട്ടുള്ള ധ്യാനിന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. ധ്യാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്.